ഫിസ്റ്റുലയുടെ ഒരു പ്രശ്നം ഇനീഷ്യൽ സ്റ്റേജിൽ ഇത് അറിയില്ല എന്നുള്ളതാണ്. പലപ്പോഴും അത് ഫിസ്റ്റുലാവൊന്നുമില്ല. ഒരു പരിശോധന നടത്തി എന്നുള്ളത് കൊണ്ട് അതിന് പ്രോപ്പർ ആയിട്ടുള്ള മെഡിസിൻ വാങ്ങിച്ച് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇതുപോലെ മൾട്ടിപ്പിൾ ഫിസ്റ്റുല ചെയ്ത കേസ് അയാൾ ഒരു 3 തവണ അയാൾ അതിനു വേണ്ടി പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ട്. ആൾറെഡി അയാളുടെ എന്താണ് ഫ്ലോറിൽ മസിൽസ് പോലും പല സ്ഥലത്തും ഇല്ലാതായിട്ടുണ്ട്. മറി ഫിസ്റ്റുലോഗ്രാം വളരെ എഫക്റ്റീവാണ്. അതിനകത്ത് ഈ ഫിസ്റ്റുലോഗ്രാം എന്ന് പറയുമ്പോൾ കൃത്യം ഡയഗ്രമാറ്റിക് റെപ്രസെന്റേഷൻ കൂടി നമുക്ക് കിട്ടും. അപ്പൊ അത് പ്രൊസീജിയർ ചെയ്യുന്നതിനും അതിന്റെ ഏതെങ്കിലും വേരുകൾ ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് കണ്ടെത്തി അതിനെ കൂടി നശിപ്പിക്കും. അതായത് റിനൗണ്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ അറിയപ്പെടുന്ന സർജൻസിന്റെ പേര് ചീത്തയാക്കുന്ന അസുഖത്തിൽ ഒന്നാണ് ഫിസ്റ്റുല. അതിന്റെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ കോംപ്ലക്സിറ്റിയാണ്. നമുക്ക് ഭയങ്കര ട്രെമൻഡസ് റിസൾട്ടാണ്. അതായത് നമുക്ക് ഈ ടൈം പീരിയഡ് ഡ്യൂറേഷൻ നമ്മളെ സംബന്ധിച്ച് ഒരു വെല്ലുവിളിയായിരുന്നു. കാരണം രോഗികൾ ഇത്രയും കാലം ഇത്രയും സമയം ഇതിനു വേണ്ടി ബുദ്ധിമുട്ടുന്ന കാര്യം അത് ഈ മോഡേൺ ടെക്നിക്സ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ ആ ടൈം ഡ്യൂറേഷൻ വളരെ കുറയുന്നു. അധികം പെയിൻഫുൾ ആയിട്ടുള്ള പ്രൊസീജിയർ അല്ല. അതൊരു 10 മിനിറ്റ്സ് 20 മിനിറ്റ്സ് പ്രൊസീജിയറാണ്. എന്നാൽ ഫിസ്റ്റുല ആ അസുഖത്തിന്റെ പ്രത്യേകത കൊണ്ട് തന്നെ അത് മരുന്ന് കൊണ്ട് അത് ഏത് സിസ്റ്റം ഓഫ് മെഡിസിൻ ആണെന്നുണ്ടെങ്കിലും പെർമനന്റ് ആയിട്ട് ക്യൂർ ചെയ്യാൻ വളരെ പ്രയാസമാണ്, അല്ലെങ്കിൽ സാധിക്കില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ഫിസ്റ്റുലയ്ക്ക് ക്യാൻസറായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? അല്ലെങ്കിൽ പിന്നീട് ഫിസ്റ്റുല ട്രീറ്റ് ചെയ്യാതെ വിട്ടാലോ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് ശേഷമോ പിന്നീട് ഇത് ക്യാൻസറായി മാറാൻ സാധ്യതയുണ്ടോ? പൊതുവെ ഈ പോയ സ്ഥലങ്ങളിലൊക്കെ ആ രീതിയിലുള്ള ഭക്ഷണമാണ് ആൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിനുശേഷം തിരിച്ചു വരുന്ന സമയത്ത് പുള്ളിക്ക് മൾട്ടിപ്പിൾ ഓപ്പണിങ്ങിലേക്ക് പോയി പിന്നെ കുറച്ചധികം കാലം ഹോസ്പിറ്റലൈസ് ഒക്കെ ആവേണ്ടിയായിട്ട് വന്നു. അപ്പോൾ നമ്മൾ ഒരു ഉഷ്ണ മേഖല രാജ്യത്ത് നിന്നും പെട്ടെന്ന് ഒരു തണുത്ത ക്ലൈമറ്റുള്ള രാജ്യത്ത് പോയി ജോലി ചെയ്ത ഒരാൾ, അല്ലെങ്കിൽ ഒരു കോൾഡ് സ്റ്റോറേജിൽ ജോലി ചെയ്ത ഒരാൾ, അതായത് സ്ഥിരമായി തണുപ്പുള്ള സ്ഥലത്ത് ജോലി ചെയ്യുന്ന ആൾക്കാർക്കും ഇത്